ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ 2025 ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം വിവോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിവോ V50e എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 50 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. ഇതിൽ 5600 mAh ബാറ്ററി വരുന്നതായിരിക്കും. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരും. ഈ ഒരു ഫോണിന്റെ വില ഒരു 25,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് വന്നേക്കാം. പിന്നെ വിവോയുടെ X200 Pro Mini എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.31 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം അത്യാവശ്യം കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസ് ആയിരിക്കും ഇതിൽ വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 9400 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+50+50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5700 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 30 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഐക്യൂടെ iQOO Z10 എന്നുള്ള സ്മാർട്ട് ഫോൺ ഏപ്രിൽ 11 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. iQOO Z10 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5300 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരും. ഏപ്രിൽ 11 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഒരു 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വിവോയുടെ T4 എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പം iQOO Z10 പോലുള്ള സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും അതിൽ വരിക. പിന്നെ iQOO Z10X എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ മാസം ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 6500 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരും. ഈ ഒരു ഫോൺ നമുക്ക് ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഏപ്രിൽ 2 മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരും. കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. 144 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7400 എന്ന പ്രോസസ്സർ വരും. 50+13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5500 mAh ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഏപ്രിൽ 2 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഫോണിന്റെ വില നമുക്ക് ഒരു 22,000 to 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ CMF Phone 2 എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 7400 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+8 MP ക്യാമറ സെറ്റപ്പ് ഒക്കെ വന്നേക്കാം. 16 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വന്നേക്കാം. 5000 mAh ബാറ്ററി ഒക്കെ വരുന്നതായിരിക്കും. വില നമുക്ക് ഒരു 16,000 to 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സാംസങ്ങിന്റെ വളരെ തിന്നായിട്ടുള്ള സാംസങ് S25 എഡ്ജ് എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരും. 200+12 MP ക്യാമറ സെറ്റപ്പും 10 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. പക്ഷേ 3900 mAh ബാറ്ററി ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ റിയൽമി 14 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50 MP ബാക്ക് ക്യാമറയും 16 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വന്നേക്കാം. 17,000-18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ വന്നേക്കാം. പിന്നെ റിയൽമി Narzo 80X 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 6400 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+2 MP ബാക്ക് ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഒരു 12,000-13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ വന്നേക്കാം. പിന്നെ റിയൽമിയുടെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന റിയൽമി C75X എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ച്വൽ ഡിസൈൻ വരുന്നതായിരിക്കും. MediaTekന്റെ Helio G81 Ultra എന്നുള്ള പ്രോസസ്സർ ആയിരിക്കും വരിക. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 MP സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5600 mAh ബാറ്ററി 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വന്നേക്കാം. ഒരു 8,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്തേക്കാം.
പിന്നെ പോക്കോയുടെ പോക്കോ F7 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വരുന്നതായിരിക്കും. 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5300 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരും. ഇനി ഇത് കൂടാതെ പോക്കോ F7 Pro എന്ന സ്മാർട്ട് ഫോണും ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. ഇതിൽ 6.6 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസർ ആയിരിക്കും വരിക. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 6000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. ഒരു 30,000 രൂപ പ്രൈസ് ആയിട്ട് ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ പോക്കോയുടെ C71 എന്നുള്ള ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഏപ്രിൽ 4 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇതിൽ 6.88 ഇഞ്ചിന്റെ HD റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ വരാൻ സാധ്യതയുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ നോച്ചേ വരുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. യൂണി SoC T7250 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. 32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5200 mAh ബാറ്ററിയും 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരും. 7000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഏപ്രിൽ 4 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി A5 എന്നുള്ള സ്മാർട്ട് ഫോൺ കുറച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതൊക്കെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകൾ. പിന്നെ ഇത് കൂടാതെ ചൈനീസ് മാർക്കറ്റിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന വിവോയുടെയും ഓപ്പോയുടെയും വൺപ്ലസിന്റെ ഒക്കെ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വിവോയുടെ X200 അൾട്ര എന്ന സ്മാർട്ട് ഫോണൊക്കെ വരുന്നുണ്ട്. 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേയും സ്നാപ്ഡ്രാഗൺ 888 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസറും 50+200+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരും. 6000 mAh ബാറ്ററി ഒക്കെ വരുന്നതായിരിക്കും. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 30 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ ഇതിൽ വരും. നല്ലൊരു ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു മാസം ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ ഏകദേശം സിമിലർ ഫീച്ചേഴ്സുമായിട്ട് ഓപ്പോ ഫൈൻഡ് X8 അൾട്രയും വരുന്നതായിരിക്കും. ഇപ്പോൾ സെയിം പ്രോസസറൊക്കെ ആയിരിക്കും വരിക. പിന്നെ 50+50+50+50 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഒക്കെ വരും. പിന്നെ ഇതല്ലാതെ ഓപ്പോ ഫൈൻഡ് X8s അതുപോലെ തന്നെ X8s Plus എന്നീ ഫോണുകളും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ X8s എന്നുള്ള സ്മാർട്ട് ഫോൺ അത്യാവശ്യം കോമ്പാക്ട് ആയിട്ടുള്ള ഫോണായിരിക്കും. 6.3 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 9400 എന്ന പ്രോസസറൊക്കെ വരുന്നതായിരിക്കും. 50+8+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 5200 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പം X8s Plusലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.59 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള 6000 mAh ബാറ്ററി വരും. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ വൺപ്ലസിന്റെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടി വരാൻ പോകുന്നുണ്ട്. OnePlus 13T അല്ലാന്നുണ്ടെങ്കിൽ OnePlus 13 mini എന്ന സ്മാർട്ട് ഫോൺ വരുന്നതായിരിക്കും. അപ്പം ഇതിലും 6.31 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള പ്രോസസർ ആയിരിക്കും വരിക. 50+50 മെഗാ പിക്സലിലെ ക്യാമറ സെറ്റപ്പും 6000 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാനിതിൽ ഫോണിൽ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.